മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് ഹാജരാകണം. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനംവകുപ്പ് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസവഞ്ചന കാണിച്ചെന്നാണ് കേസ്. ജിജീഷ് കരുണാകരനാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, എന്തായാലും ഹൈക്കോടതി പ്രത്യേക നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഹാജരാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇത് ഇന്ന് ഹാജരാകാൻ തന്നെയാണ്. കാരണം ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്നു. അവർക്കെതിരെ പ്രധാനപ്പെട്ട തെളിവുകൾ, പരാതികളിൽ നിയമ നീക്കങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ശക്തമാകുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മെസ്സി ഇടപാടുകളുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. ഈ കേസിൽ ഇന്ന് അഗസ്റ്റിൻ സഹോദരന്മാർ കോടതിയിൽ ഹാജരാകണം. നേരത്തെ കോടതിയിൽ പലതവണ ചോറ്റാനിക്കര കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. തുടർന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയ ഘട്ടത്തിൽ മാത്രമായിരുന്നു ഇവർ കോടതിയിൽ ഹാജരാകാൻ തയ്യാറായത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചന കേസിലാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മരം വാങ്ങിയ ആളെ കബളിപ്പിച്ചുകൊണ്ട് അതെല്ലാ പാസുമുള്ള നിയമാനുസൃതമായ മരങ്ങളാണ് എന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. നിയമവിരുദ്ധമായി മുറിച്ച് കടത്തിക്കൊണ്ടുവന്ന മരങ്ങളാണ് എന്ന് പിന്നീട് കണ്ടെത്തി. ഇതിനെ തുടർന്നായിരുന്നു അദ്ദേഹം പരാതി നൽകിയത്. തന്നെ വഞ്ചിച്ചു, കബളിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയത്. ഈ കോടതി ഇന്ന് ഇവർക്കെതിരെ കുറ്റം ചുമത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. നേരത്തെ ഇതിനായി 2 തവണ കേസ് പരിഗണിച്ചപ്പോഴാണ് ഹാജരാകാതിരുന്നത്. തുടർന്ന് നിർബന്ധമായും ഹാജരായില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കുമെന്ന കാര്യം കോടതി ഉന്നയിച്ചു. അതോടുകൂടിയാണ് ഇവർ ഹാജരായത്. വാറണ്ട് പിന്നീട് കോടതി പിൻവലിച്ചു. അനധികൃതമായി മുറിച്ച മരങ്ങൾ കടത്തുകയും അതിന് വനംവകുപ്പിന്റെ പാസ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് ഒരു മരമില്ല് ഉടമയ്ക്ക് അത് വിൽപ്പന നടത്തുകയുമാണ് ചെയ്തത്. അതിലൂടെ തനിക്ക് വലിയ സാമ്പത്തിക ലാഭവും സാമ്പത്തിക നഷ്ടവും അതിലൂടെ മാനസിക വിഷമങ്ങളും എല്ലാം ഉണ്ടായി എന്നത് തന്നെയാണ് ഈ മരം വാങ്ങിയ ആൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിശ്വാസവഞ്ചന കാണിച്ചു എന്നതാണ് മരക്കമ്പനി ഉടമ ഈ ഒരു ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. ആ ഒരു കേസാണ് ഇപ്പോൾ ചോറ്റാനിക്കര കോടതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ വിചാരണ നേരിടണമെന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചത്.